അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നേർത്ത കനം കുറഞ്ഞ വെർമസല്ലി എടുക്കുക. ഇനി പാക്കറ്റ് പൊട്ടിച്ച് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 50 ഗ്രാം വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കനം കുറഞ്ഞ വെർമസല്ലി ആയതുകൊണ്ട് നമ്മൾ കൈ വെച്ച് പൊടിക്കുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇത് പൊടിച്ചെടുത്ത വെർമസല്ലി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നേരത്തെ സേമിയ ആയതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ലേ? ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാം. ഞാൻ എന്താ ഒരു ബൗളില് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളുപ്പും കൂടി ചേർക്കാം. ഒരുപാടൊന്നും വേണ്ട, 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നിന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിച്ചങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച സേമിയല്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. സേമിയ മുഴുവനും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പകുതി കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം നമ്മൾ നേരത്തെ പാൽപ്പൊടി ചേർത്തില്ലേ, അതിന് പകരമായിട്ട് ഈ വെള്ളത്തിന് പകരം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആ പകുതി വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികൾ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തപ്പോൾ വീണ്ടും കട്ടിയായി. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വീണ്ടും 1/2 കപ്പ് വെള്ളം ബാക്കി ഇരിപ്പുണ്ട്. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ചില അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതിയാവും, ചില അരിപ്പൊടിക്ക് നല്ലോണം വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ്. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ എന്താ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് വിതറി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ നിറം ആവുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയാൽ മതി. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, സാധാരണ പച്ചവെള്ളം, ദൂരെ ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരും. ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. അതൊന്ന് മെൽറ്റായി വരണം. കട്ടകളെല്ലാം മാറി ഇതാ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക തല്ലിയതും കൂടെ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതിയാവും. ഒരുപാടിട്ട് കുറുക്കരുത്, പിന്നെ വീണ്ടും കട്ടിയായി പോവും. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടും. നല്ല തേൻ പോലെ ആയി കിട്ടും. ഇനി ഇതിൻ്റെ ചൂട് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ചുട്ടെടുക്കാം. ഇനി ചൂടായ തവയിലേക്ക് മാവ്, ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക. തവ ഒരുപാട് അങ്ങ് ചൂടാവരുത്, എന്നാൽ പിന്നെ കറക്റ്റായിട്ട് ഇത് കിട്ടില്ല. നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും. അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് പച്ചവെള്ളം തളിച്ചിട്ട് ആ വെള്ളം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവണം. അപ്പോൾ അതായത് ഇതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വശം ഇതുപോലെ വീർത്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഇത് മൊരിയിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മൊരിയിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 സൈഡും ഇതാ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പഞ്ചസാര പാനി ഇതാ ചൂട് മാറിയിട്ടുണ്ട്. ഇതിൽ പുറത്തുകൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര പാനി ഒഴിക്കുന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും. അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്